പോകുമ്പോൾ MSP കമാൻഡ് ചുമതലയിലിരിക്കെ മലപ്പുറം SP സുജിത് ദാസ് MSP സ്കൂളിൽ അനധികൃത നിയമനം നടത്തിയെന്ന് ആക്ഷേപം. PSCയിൽ നിന്നും നിയമനം നടത്തണമെന്ന് നിർദ്ദേശം അട്ടിമറിച്ച് MSPയിൽ കോഴ വാങ്ങി നിയമനം നടത്തിയെന്നാണ് KSU ആരോപണം ഉന്നയിക്കുന്നത്. 2021 ഫെബ്രുവരിയിലാണ് MSP സ്കൂളിലെ നിയമനങ്ങൾ PSCക്ക് വിടാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വരുന്നത്. എന്നാൽ അതേ വർഷം നവംബറിൽ ഈ നിർദ്ദേശം അട്ടിമറിച്ച് കോഴ വാങ്ങി അധ്യാപക നിയമനം നടത്തിയെന്നാണ് KSUവിന്റെ ആക്ഷേപം. നിർബന്ധിത പിരിവ് MSPയുടെ കോഡൂർ, മലപ്പുറം സഹകരണ ബാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചുവെന്നും ഇവർ ആരോപിക്കുന്നു. ഏകദേശം 15 മുതൽ 20 ലക്ഷം രൂപ വരെ അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട്. ഒരു അധ്യാപക നിയമനത്തിന് MSPയുടെ അദ്ദേഹം അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കുന്ന അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ നിന്നുള്ള പണം ചിലവഴിച്ച് അവിടെ ഒരു ബിൽഡിംഗ് പണിതിട്ടുണ്ട്. ആ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും എത്ര രൂപക്ക് കൊട്ടേഷൻ കൊടുത്തു, എസ്റ്റിമേറ്റ് എടുത്തു, ആര് ആ വർക്ക് എടുത്തു എന്നതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം അദ്ദേഹം സാമ്പത്തികമായി പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മുമ്പ് നടന്ന നിയമനങ്ങളിൽ പോലും അദ്ദേഹം കോഴ ആവശ്യപ്പെട്ട് അവരുടെ സർവീസ് റെക്കോർഡും രേഖകളും മനഃപൂർവ്വം 2 വർഷത്തോളം വൈകിപ്പിച്ചു എന്ന വസ്തുതയും നമുക്ക് അന്വേഷണത്തിൽ കിട്ടും. അതുവരെ MSP അക്കൗണ്ട് കൈകാര്യം ചെയ്തത് സ്കൂൾ അതോറിറ്റി ആയിരുന്നെങ്കിൽ സുജിത് ദാസ് പ്രിൻസിപ്പലിനെ നിലനിർത്തി അക്കൗണ്ട് ഓപ്പറേഷൻ സ്വന്തം പേര് കൂടി ചേർത്ത് പണക്രയ വിക്രയം സ്വന്തം കൈകാര്യത്തിലാക്കുകയും ചെയ്തുവെന്നും ഇവർ ആരോപിക്കുന്നു. അദ്ദേഹം ഈ രാജീവിന്റെ മകൾക്ക്, ഈ BJPയുടെ ഉന്നതനായ നേതാവിന്റെ മകൾക്ക് വഴിവിട്ട നിയമനം നൽകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഉത്തരവ് അട്ടിമറിച്ച് ഈ നോട്ടിഫിക്കേഷൻ 18/11/2021 സുജിത് ദാസ് IPS ഒപ്പുവെച്ച് അദ്ദേഹത്തിന്റെ MSPയിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്ന ഇന്റർവ്യൂവിന്റെയും അതുപോലെ എഴുത്തു പരീക്ഷയുടെയും നോട്ടിഫിക്കേഷൻ അദ്ദേഹം ഇറക്കി. തുടർന്ന് 6ഓളം നിയമനങ്ങൾ അദ്ദേഹം ഡയറക്റ്റ് നടത്തി. പിന്നീട് വന്ന MSP കമാൻഡന്റുമാർ സുജിത് ദാസിന്റെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളുടെയും നിയമന ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിൽ നിയമനങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ഫലത്തിൽ സ്കൂളിൽ 15ഓളം അധ്യാപകരുടെ കുറവ് വരികയും ചെയ്തിട്ടുണ്ട്. അധ്യാപകരുടെ കുറവ് സ്കൂളിന്റെ നിലവാരത്തെ തകർത്ത് പിന്നോട്ടടിച്ചുവെന്നും സ്കൂളിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിച്ചുവെന്നുമാണ് ഇവരുടെ ആക്ഷേപം. News 18 മലപ്പുറം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് പോകാം. അതെ.